100 മാനുഫാക്ചറിംഗ് ബിസിനസ് ഐഡിയകൾ 27ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിറ്റർജൻറ്റ് മാനുഫാക്ചറിംഗ്. ഡിറ്റർജൻറ്റ് എവറിഡേ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഇന്ത്യയിൽ 40,000 കോടി രൂപയുടെ മാർക്കറ്റ്, ഓരോ വീടും ഉപഭോക്താക്കൾ. ഇതിൻ്റെ ഡിമാൻഡ് ഒരിക്കലും നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ തുടങ്ങാം. 50,000 രൂപ മുതൽ 3 ലക്ഷം വരെ നമ്മളിത് ചെയ്യുന്നതിൻ്റെ സ്കെയിൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതിനാവശ്യമായ മെഷീനറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് പൗഡർ മിക്സർ മെഷീൻ, രണ്ടാമത്തത് സീവിങ് മെഷീൻ, അതായത് അരിക്കാൻ വേണ്ടിയിട്ടുള്ള, മൂന്നാമത്തത് പാക്കിംഗ് സീലർ. ഒരു സ്മോൾ സ്കെയിൽ സെറ്റപ്പിന് വളരെ സിമ്പിളാണ്. ചെറിയൊരു ഗാരേജിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബിസിനസ് വളരുന്നതിനനുസരിച്ച് നമുക്ക് ഗോഡൗൺ സെറ്റപ്പും മെഷീനറികളുടെ വലിപ്പവും ആളുകളുടെ എണ്ണമൊക്കെ നമുക്ക് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോഡ ആഷ്, ലാബ്സ, പെർഫ്യൂം, അതുപോലെ വേരിയസ് കളറുകൾ. ലോക്കൽ കെമിക്കൽ ഡീലേഴ്സിൻ്റെ അടുത്തും ഓൺലൈൻ B2B സൈറ്റുകളിലേക്ക് ഇന്ത്യ മാർട്ടിൽ നിന്നൊക്കെ നമുക്ക് ചീപ്പായിട്ട് മേടിക്കാൻ കിട്ടുമെന്നതാണ്. അതുപോലെ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തത് ഓരോ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് നമ്മൾ മിക്സ് ചെയ്യുക എന്നുള്ളതാണ്, മിക്സർ മെഷീനിൽ വെച്ചിട്ട്. രണ്ടാമത് നമ്മളത് ഫിൽട്ടർ ചെയ്തിട്ട് ഡ്രൈ ചെയ്തെടുക്കുക എന്നതാണ്. മൂന്നാമത് നമ്മൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വിവിധ ഇനം സൈസുകളിലെ പാക്കിങ്ങുകളിലേക്ക് നമ്മൾ പാക്ക് ചെയ്തിട്ട് കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സെയിൽസ് ഓപ്ഷൻ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി, ഇൻസ്റ്റാ റീലുകൾ വഴി, അതേപോലെ തന്നെ നമ്മളുടെ ഫീൽഡിൽ ഉള്ള ലോക്കൽ ഷോപ്പുകളിലൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ മീഷോ, ഫ്ലിപ്കാർട്ട് വഴി നമുക്ക് ഓൺലൈനായി ചെയ്യാൻ പറ്റും. എല്ലാം പവർഫുൾ ചാനൽസാണ്. നമ്മൾ ഏതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, 1-2 എണ്ണത്തിൽ നിൽക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ഈ എല്ലാ ചാനലുകളിലൂടെയും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബിസിനസ് നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് 1 കിലോയ്ക്ക് 25 മുതൽ 50% വരെ മാർജിൻ എന്നുള്ളതാണ്. സ്മോൾ സെറ്റപ്പിന് മിനിമം 50,000 രൂപ മന്ത്ലി പ്രോഫിറ്റ് നമുക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഇത് ഗ്രോ ചെയ്ത് പോകാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്ക് ബൾക്ക് പ്രൊഡക്ഷനായിട്ടും ഫ്രാഞ്ചൈസി കൊടുത്തിട്ടും എക്സ്പോർട്ടിങ് ചെയ്തിട്ട് അതുപോലെ എക്സ്ട്രാ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്തിട്ട് ലിക്വിഡ് ഡിറ്റർജൻറ്റും ഡിഷ് വാഷൊക്കെ ആഡ് ചെയ്തിട്ട് വരെ നമുക്ക് നമ്മുടെ ഈ ഒരു ബിസിനസ്സിനെ വളർത്താം എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ബിസ്റ്റാർട്ട് മാൻ, നിങ്ങളുടെ മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തെ ഉത്തമ വഴികാട്ടി, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.